അധ്യായങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഒന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ, മറ്റൊന്ന് വേദിക് പീരീഡ്. രണ്ടെണ്ണത്തിന്റെയും നോട്ട് കുട്ടികളുടെ കൈവശം എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ അത് വാങ്ങിക്കൊള്ളണം. സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് മൗര്യൻ ഡൈനാസ്റ്റി. ഏറ്റവും പ്രാധാന്യമുള്ള അധ്യായമാണ് മൗര്യൻ ഡൈനാസ്റ്റി. ഈ ഡൈനാസ്റ്റിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് പറയാം ദ ഫസ്റ്റ് അറേഞ്ച്ഡ് സിസ്റ്റമാറ്റിക് ഡൈനാസ്റ്റി ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേദകാലഘട്ടത്തിൽ നിന്നും നമ്മൾ 16 മഹാജനപദാസിലൂടെയാണ് മൗര്യൻ ഡൈനാസ്റ്റിയിലെത്തിയത്. സോ ആദ്യമേ ഓർമ്മിച്ചിരിക്കേണ്ടത്, ഈ അധ്യായത്തിൽ നമുക്ക് എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, ഈ അധ്യായത്തിൽ എന്തെല്ലാം ഓർമ്മിച്ചിരിക്കണം. ആദ്യം ഓർമ്മിച്ചിരിക്കുക, ഈ സാമ്രാജ്യം സ്ഥാപിച്ചതാര്? ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി? ആദ്യമേ ഓർമ്മിച്ചിരിക്കുക, ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി വാസ് ചന്ദ്രഗുപ്ത മൗര്യ. Chandragupta Maurya was the founder of Mauryan dynasty in 321 BC. 321 BC-യിലാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇനി ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നുള്ളതാണ് ചോദ്യം. ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം പഠിച്ചാൽ അതിന്റെ തുടക്കം എവിടെയാണ്, അവിടം തൊട്ട് വരണം നമുക്ക്. അപ്പൊ അതിന്റെ ഏർലി ലൈഫിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ചരിത്രകാരന്മാർ പറയുന്നില്ല. ഇനി നമുക്ക് ഈ സാമ്രാജ്യത്തെ കുറിച്ച് കറക്റ്റ് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ? സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് മൗര്യൻ ഡൈനാസ്റ്റി. ആദ്യം ഓർമ്മിച്ചിരിക്കേണ്ടത്, ആരാണ് സാമ്രാജ്യം സ്ഥാപിച്ചത്, ഈ സാമ്രാജ്യങ്ങളെ കുറിച്ച്, സാമ്രാജ്യത്തെ കുറിച്ച് വിവരങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു, അതാണ് സോഴ്സസ്. എല്ലാ അധ്യായങ്ങൾക്കും സോഴ്സസ് ഉണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ, ആർക്കിയോളജിക്കൽ സോഴ്സസ്. വേദിക് പീരീഡിനെ കുറിച്ചുള്ള സോഴ്സസ് ഏതാ? വേദങ്ങൾ 4, ഉപനിഷത്ത്, ആരണ്യകാസ്, പുരാണാസ്, ഇതൊക്കെയാണ് ഇതിഹാസങ്ങൾ. ഇതൊക്കെയാണ് വേദകാലഘട്ടത്തിന്റെ സോഴ്സസ്. സോഴ്സസ് മീൻസ് നമുക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സോ മൗര്യൻ ഡൈനാസ്റ്റി, അതിലുണ്ട് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് അർത്ഥശാസ്ത്ര ഓഫ് ചാണക്യ. ചാണക്യ ഓർ കൗടില്യ ഓർ വിഷ്ണുഗുപ്ത, 3 പേര് ഒരാളാണ്. ചാണക്യൻ, കൗടില്യൻ, വിഷ്ണുഗുപ്തൻ. എന്നാൽ വിഷ്ണു ശർമ്മയും ഉണ്ട്. വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രത്തിന്റെ കർത്താവാണ്. ഇത് ചാണക്യൻ, കൗടില്യൻ, വിഷ്ണുഗുപ്തൻ. അദ്ദേഹം എഴുതിയ അർത്ഥശാസ്ത്രം is valuable sources of information about Mauryan dynasty. Then Indica of Megasthenes, Mudra Rakshasa of Vishagadatta, and Edicts of Ashoka. Edicts of Ashoka എന്ന് വെച്ചാൽ അശോക ശിലാശാസനങ്ങൾ. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് നല്ല വിവരങ്ങൾ ലഭിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു, ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏർലി ലൈഫിനെ കുറിച്ച് വ്യക്തമായ അഭിപ്രായമൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ പറയപ്പെടുന്നു ചരിത്രകാരന്മാർ, മുര എന്ന ശൂദ്ര സ്ത്രീയിൽ നന്ദരാജാവിന് ജനിച്ച പുത്രനാണെന്ന് പറയുന്നു. തന്റെ അമ്മയുടെ പേര് മുര, അതുകൊണ്ടാവണം അദ്ദേഹം സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ മൗര്യ എന്ന് പേര് കൊടുത്തത് എന്ന് വിശ്വസിക്കുന്നു. ചിലര് പറയുന്നു അങ്ങനെയല്ല, പിപ്പലി വനത്തിലെ മോറിയ കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന് പറയുന്നു. പിപ്പലി വനത്തിലെ മോറിയ കുടുംബത്തിൽ. അതുകൊണ്ടൊരു പക്ഷേ മോറിയ കുടുംബത്തിന്റെ പേരായിരിക്കണം അതിനെ വ്യത്യാസം വരുത്തി മൗര്യ എന്നാക്കിയതെന്ന് വിശ്വസിക്കുന്നു. എന്തോ ആയിക്കോട്ടെ,
early life എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, as a young man he served as the commander in chief of the last Nanda leader, ധനനന്ദ. ആരായി? നല്ല ചെറുപ്പക്കാരനായപ്പോൾ അദ്ദേഹം നന്ദരാജവംശത്തിലെ രാജാവായിരുന്ന ധനനന്ദന്റെ പട്ടാള മേധാവിയായി മാറി. ശക്തനായ പട്ടാള മേധാവി. പിന്നെ നമുക്ക് രാജാവിനെയും പട്ടാള മേധാവിയെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ധനനന്ദ is a weak, inefficient, unpopular leader, but he is commander in chief of Chandragupta Maurya, strong leader, strong commander in chief. അങ്ങനെ ഇരിക്കവേ ചാണക്യന്റെ സൗഹൃദ ബന്ധത്തിൽ എത്തിച്ചേരുന്നു നമ്മളെ പട്ടാള മേധാവി. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും തമ്മിൽ സൗഹൃദ ബന്ധം ശക്തമായി. ബ്രാഹ്മണ ബുദ്ധിരാക്ഷസനായ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ചാണക്യൻ. അങ്ങനെ ഈ ചാണക്യന്റെ ഉപദേശപ്രകാരം ഈ ധനനന്ദനെ ഒന്ന് ഓവർത്രോൺ ചെയ്യാൻ ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. The advice of Chanakya, Chandragupta Maurya, the commander-in-chief, he made an attempt to overthrow Dhanananda. But unfortunately, നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് അറ്റംപ്റ്റ് പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ പിന്നെ രാജ്യത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് ഓടുന്നു. അവര് ഹിമാലയൻ പഞ്ചാബ് മേഖലകളിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള ട്രൈബൽ ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ച് ഒരു പട്ടാളമൊക്കെ രൂപീകരിച്ച് വീണ്ടും വരികയാണ്. സെക്കൻഡ് എക്സ്പെഡിഷൻ. അതും ആരുടെ സഹായത്തോടുകൂടി തന്നെ വരുന്നു? ചാണക്യന്റെ ഉപദേശമനുസരിച്ച് വരുന്നു. അങ്ങനെ എത്തിച്ചേരുകയാണ് നമ്മുടെ സെക്കൻഡ് എക്സ്പെഡിഷൻ. ഈ സെക്കൻഡ് എക്സ്പെഡിഷനിൽ വിജയിച്ചു. ധനനന്ദനെ പരാജയപ്പെടുത്തി വധിച്ചു. That is the final history of Nanda dynasty. അങ്ങനെ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ സാമ്രാജ്യം സ്ഥാപിച്ചു. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു 321 BC സാമ്രാജ്യം സ്ഥാപിച്ചു. അതിനുശേഷം പിന്നെ സാമ്രാജ്യ വിപുലീകരണമാണ്. അയൽ രാജ്യങ്ങളെ ഒന്നൊന്നായി വെട്ടിപ്പിടിച്ചു. ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ നിഷ്പ്രയാസം പിടിച്ചെടുത്ത തന്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു ചന്ദ്രഗുപ്ത മൗര്യൻ. വിശാലമായ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൽ നല്ല രീതിയിലുള്ള ഭരണപരിഷ്കാരവും കാഴ്ചവെച്ചു നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ. അവസാന സ്റ്റേജായപ്പോൾ, വാർദ്ധക്യം പിടിപെട്ടപ്പോൾ ഭരണം തന്റെ മകനായ ബിന്ദുസാരനെ ഏൽപ്പിച്ചു. അദ്ദേഹം ജൈനമതം സ്വീകരിച്ചു. He accepted Jainism. Then he went to Shravanabelgola in Mysore, accompanied with a Jain saint, Bhadrabahu. ഭദ്രബാഹു എന്നറിയപ്പെടുന്ന ജൈനമത സന്യാസിയോടൊപ്പം ശ്രാവണബെൽഗോളയിലെത്തി. മൈസൂറിലുള്ള പിന്നെയുള്ള കാലം ജൈനമതം പറയുന്ന രീതിക്ക് ജീവിച്ച് ലാസ്റ്റിലെ നമ്മൾ കാണാൻ കഴിയുന്നത് ഡൈഡ് ബൈ സ്ലോ സ്റ്റാർവേഷൻ, പട്ടിണി കിടന്ന് മരണപ്പെടുകയാണ്. Then Chandragupta Maurya was succeeded by ബിന്ദുസാര. അദ്ദേഹം കുറച്ചുനാളെ ഭരണം നടത്തിയുള്ളൂ. ബിന്ദുസാരൻ രാജ്യം ഭരിക്കുമ്പോൾ ടാക്സിലയിലെയും ഉജ്ജയിനിയിലെയും വൈസ്രോയി ആയിരുന്നു അശോകൻ, പുത്രനായ അശോകൻ. ബിന്ദുസാരന് ശേഷം അശോകൻ അധികാരത്തിൽ വരികയാണ്. അശോകൻ വളരെ ശക്തനായ ഒരു പട്ടാള മേധാവിയായിട്ട് തെളിയിച്ചിട്ടുള്ള ആളാണ്, യോദ്ധാവാണ്, വൈസ്രോയി ആയിരുന്നു. അശോകൻ അധികാരത്തിൽ വരുമ്പോൾ മിക്കവാറുമുള്ള പ്രദേശങ്ങളൊക്കെ, ഉത്തരേന്ത്യൻ പ്രദേശങ്ങളൊക്കെ മൗര്യ സാമ്രാജ്യത്തിന്റെ കൺട്രോളിൽ തന്നെ ആയിരുന്നു, എക്സെപ്റ്റ് കലിംഗ. നോർത്ത് ഇന്ത്യൻ ടെറിട്ടറീസ് കംപ്ലീറ്റ്ലി മൗര്യ സാമ്രാജ്യത്തിന്റെ അണ്ടറിലും കലിംഗൻ രാജ്യം മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നു. അശോകൻ അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് അശോകൻ കലിംഗത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. വലിയ യുദ്ധം.
യുദ്ധത്തിൽ വിജയിച്ചു, കലിംഗം രാജ്യത്തെ പരാജയപ്പെടുത്തി. എങ്കിലും പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ്? ദിസ് കലിംഗ വാർ ഈസ് കൺസിഡർഡ് ആസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ ലൈഫ് ഓഫ് അശോക. അശോകന്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചു. അതുവരെ അദ്ദേഹം ഒരു യോദ്ധാവും രാജാവും ഒക്കെ ആയിരുന്നു. പക്ഷേ കലിംഗ യുദ്ധകളത്തിൽ കണ്ട രക്തച്ചൊരിച്ചിലുകൾ, അതിനു മുമ്പ് ധാരാളം യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ യുദ്ധക്കളത്തിൽ കണ്ട രക്തച്ചൊരിച്ചിലുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. യുദ്ധമാണല്ലോ, ഈ ദുഃഖങ്ങൾക്ക് അത്രയും കാരണം രക്തപ്പുഴ തന്നെ ഒഴുകി. അദ്ദേഹത്തിന്റെ മനസ്സ് പിടഞ്ഞു. യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ പ്രതിജ്ഞയെടുക്കുകയാണ്, താൻ ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല, താൻ ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞയെടുത്തു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. വൈ? എന്തുകൊണ്ടാണ് ബുദ്ധമതം സ്വീകരിച്ചത്? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബുദ്ധിസം വാസ് അഹിംസ. സോ ആഫ്റ്റർ കലിംഗ വാർ അശോക അക്സെപ്റ്റഡ് ബുദ്ധിസം. മനസ്സിലായില്ലേ? യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടല്ല യുദ്ധം എന്നേക്കുമായി നിർത്തുന്നത്. ഒരു യുദ്ധത്തിൽ വലിയ വിജയം കൊയ്തെടുത്തതിന് ശേഷം യുദ്ധം എന്നേക്കുമായി നിർത്തുന്ന ലോക ചരിത്രത്തിലെ ഒരേ ഒരാൾ അത് അശോകനാണ്. അതിനുശേഷം പിന്നെ തന്റെ പ്രവർത്തനങ്ങൾ അത്രയും തന്നെ ബുദ്ധമതത്തിന്റെ പ്രചരണത്തിന് ചിലവഴിച്ചു. പരീക്ഷയുടെ നല്ലൊരു ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. രാജാവ് കൂടിയല്ലേ, അപ്പൊ അത് പ്രചരിപ്പിക്കാൻ സാധിക്കും. അതുവരെ ഒരു ശക്തനായ രാജാവും പട്ടാള മേധാവിയുമായിരുന്ന അദ്ദേഹം പൂർണ്ണമായും ബുദ്ധ സന്യാസിയായി മാറുന്ന രീതിയിൽ പ്രവർത്തിച്ചു. പിന്നെ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ, അഹിംസാ സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ മുൻതൂക്കം കൊടുത്തു. He appointed Dharma Mahamatras for the spread of Buddhism. He appointed Buddhist missionaries. He sent Buddhist missionaries, not internal, but not only internal, but also external also. In Sri Lankan group, under the leadership of his son Mahendra and his daughter Sanghamitra. The Sri Lankan Buddhist missionaries. Then he appointed Buddhist missionaries to China or Malaysia. പല രാജ്യങ്ങളിൽ, സിംഗപ്പൂർ, പല രാജ്യങ്ങളിലും അദ്ദേഹം ബുദ്ധമതം പ്രചരിപ്പിക്കാൻ സന്യാസിമാരെ, ബുദ്ധിസ്റ്റ് മിഷണറിമാരെ അയച്ചു. He built a number of Buddhist monasteries in different parts of the country. The best example, you know this, Sanchi സ്മാരകം. സഞ്ചി സ്മാരകം അശോകൻ നിർമ്മിച്ചതാണ്. മനസ്സിലായില്ലേ? മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് വളരെ അടുത്തായിട്ട് ഖനാഖര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സഞ്ചി സ്മാരകം അദ്ദേഹം നിർമ്മിച്ചതാണ്. He built a number of Buddhist monasteries. These Buddhist monasteries served as an educational institutions also. അത് ബുദ്ധമത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായും പ്രവർത്തിച്ചു. രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ബുദ്ധമതമാക്കി മാറ്റി. മനസ്സിലായില്ല? അങ്ങനെ രാജ്യത്തെമ്പാടും വിദേശത്തും ഒക്കെ തന്നെ ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തി രാജ്യത്തിന്റെ പണത്തിന്റെ നല്ലൊരു ഭാഗം ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തു തീർത്തു. കല്ലിലും തൂണിലും എല്ലാ മേഖലകളിലും പില്ലറുകളിലും ഒക്കെ ബുദ്ധന്റെ സിദ്ധാന്തങ്ങൾ കൊത്തിവെച്ചു. മനസ്സിലായില്ലേ? അങ്ങനെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സ്ഥാനം അദ്ദേഹം നേടിയെടുത്തു. അശോക ദ ഗ്രേറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ ബുദ്ധമതത്തിന് വേണ്ടുന്ന ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തു നമ്മുടെ അശോകൻ. അശോക സർവീസസ് ടു ബുദ്ധിസം പരീക്ഷയുടെ നല്ലൊരു ചോദ്യമാണ്. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്, ഭരണ പരിഷ്കാരങ്ങളാണ്. ഭരണപരിഷ്കാരങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചുള്ളൂ. കിങ് വാസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം രാജാവ് തന്നെയായിരുന്നു. ബെനവളന്റ് ഡെസ്പോട്ടിക് ലീഡർ. ദയാലുവായ സ്വേച്ഛാധിപതിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ.
ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. മനസ്സിലാക്കണം. For the administrative purpose, he was assisted by a council of ministers, is known as മന്ത്രി പരിക്ഷത്ത്. രാജ്യത്ത് രാജാവിനെ സഹായിക്കാൻ മന്ത്രി പരിക്ഷത്ത് എന്നറിയപ്പെടുന്ന മന്ത്രിസഭയുണ്ടായിരുന്നു. മന്ത്രിസഭ എന്ന മന്ത്രി പരിക്ഷത്ത് എന്ന മന്ത്രിസഭ രാജാവിനെ പരിപൂർണമായും സഹായിച്ചു. ഇനി big cities like Pataliputra, Ujjain, there existing a separate municipal administration. എവിടെയാണ് big cities? Only big cities. Now we can see in our Kerala state, big cities. It's a separate administration. Trivandrum Corporation. Kollam is a big city. Kollam Corporation. Like this, in Mauryan dynasty, like Pataliputra, Ujjain, there existing a strong municipal administration. ഒരു മുനിസിപ്പൽ ഭരണം ഉണ്ടായിരുന്നു. അത് നിയന്ത്രിച്ചത് 30 അംഗങ്ങളാണ്. 6 ഘടകങ്ങളായി തിരിച്ച് ഒരു ഘടകത്തിൽ 5 അംഗങ്ങൾ, 6 ബോർഡ്, ഒരു ബോർഡിൽ 5 അംഗങ്ങൾ, അങ്ങനെ 30 അംഗങ്ങൾ ഇതിന്റെ ഭരണം നടത്തി. ഇതുപോലെ തന്നെയായിരുന്നു മിലിറ്ററി ഭരണവും. ഇനിയോ പ്രാദേശിക ഭരണം നോക്കുകയാണെങ്കിൽ ഭരണ സൗകര്യാർത്ഥം ധാരാളം പ്രവിശ്യകളായും ജില്ലകളായും ഗ്രാമങ്ങളായും തിരിച്ച് അഡ്മിനിസ്ട്രേഷൻ സുഗമമായി നടത്തിയിരുന്നു. മനസ്സിലായില്ല? ഇനി നോക്കുക, സാമ്പത്തിക ജീവിതമൊക്കെ എടുത്താൽ ഇന്ത്യ ചരിത്രത്തിൽ ഏകദേശമുള്ള സാമ്പത്തിക രംഗം ഒരുപോലെ തന്നെയാണ്. കൃഷി പ്രധാന ജോലിയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയും ട്രേഡ് ആൻഡ് കോമേഴ്സിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമാണ്. മനസ്സിലായില്ലേ? മതപരമായ ജീവിത രീതിയും ആകുമ്പോ ആ ഭരണ പരിഷ്കാരം അവിടെ അവസാനിക്കുന്നു. പിന്നെ വരുന്ന ഒരു പോയിന്റാണ് അവശേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സാമ്രാജ്യം നശിച്ചത്? സാമ്രാജ്യം നശിക്കാനുള്ള കാരണം ഒന്ന് നമുക്ക് മനസ്സിലാക്കണം. സക്സസേഴ്സ് ഓഫ് അശോക വെരി വീക്ക് ലീഡേഴ്സ്. അശോകന് ശേഷം വന്നവരെല്ലാം കഴിവുള്ളവരായിരുന്നില്ല. അങ്ങനെ അവസാനത്തെ ആളായിരുന്ന ബൃഹദ്രഥൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ അദ്ദേഹത്തിന്റെ പട്ടാള മേധാവിയായ പുഷ്യമിത്ര ശുംഖൻ പരാജയപ്പെടുത്തി വധിക്കുന്നതോടുകൂടി മൗര്യ സാമ്രാജ്യം ഇല്ലാതെയാകുന്നു. മനസ്സിലായില്ലേ? അതുപോലെ പിന്നെന്താണ്, അശോകൻ ബുദ്ധമതം സ്വീകരിച്ചതും സർവീസസ്റ്റ് ബുദ്ധിസവും സാമ്രാജ്യത്തിന്റെ അധപതനത്തിന്റെ മറ്റൊരു കാരണമായിരുന്നു. കാരണം സമ്പത്ത് മുഴുവൻ ബുദ്ധമതത്തിന്റെ പ്രചരണത്തിന് ചെലവഴിച്ചു, മിലിറ്ററിയെ ഡിസ്കറേജ് ചെയ്തു. അഹിംസ പൂർണ്ണമായും സ്വീകരിച്ചത് മറ്റുള്ളവർക്ക് എളുപ്പം ആ സാമ്രാജ്യത്തെ ആക്രമിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. പിന്നീട് ബ്രാഹ്മണിക്കൽ റിയാക്ഷൻ ഉണ്ടായി. ബ്രാഹ്മണരുടെ ജീവിതം വളരെ ദുസ്സഹമായി മാറി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് മാറി. പൂജകളും അതേപോലെ തന്നെ ബലികർമ്മങ്ങളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചപ്പോൾ അത് ബ്രാഹ്മണരുടെ എതിർപ്പിന് കാരണമായി, അല്ലെങ്കിൽ മറ്റു മതക്കാരുടെ എതിർപ്പിനും കാരണമായി. മനസ്സിലായില്ലേ? പിന്നെ രാജ്യത്തിന്റെ വിശാലത. വിശാലമായ സാമ്രാജ്യം ഭരിക്കണമെങ്കിൽ ശക്തനായ രാജാവ് വേണം. അപ്പൊ സാമ്രാജ്യത്തിന്റെ വിശാലത, ശക്തനായ രാജാവ് ഇല്ലാത്തതിന്റെ കുറവ് എന്തിന് കാരണമായി? സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് കാരണമായി. മനസ്സിലായി? ഇങ്ങനെയുള്ള കാരണങ്ങളാൽ വളരെ വിശാലമായി നിന്ന, വളരെ മഹത്തായി നിന്ന സാമ്രാജ്യം നശിക്കുകയാണ്. പിന്നെ മറ്റൊരു സാമ്രാജ്യത്തിന്റെ ഉദയത്തിലും കൊണ്ടെത്തിച്ചു. അതാണ് ശുംഗ രാജവംശം. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ നിർബന്ധമായും ഏതിൽ ഓർമ്മിച്ചിരിക്കുക? മൗര്യ സാമ്രാജ്യം.